ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ, അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ. മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ. അപ്പോ വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആരാണ് മനോഹരി? ഇതെന്തായാലും നമ്മുടെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറയുന്ന പഴയ പടത്തിലെ ഒരു പാട്ടാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഈണം നൽകിയ യേശുദാസ് സാർ മനോഹരമായി ആലപിച്ചൊരു പാട്ടാണ്. അതോടൊപ്പം തന്നെ നല്ല വരികൾ. അത് എന്റെ അല്ല, അത് ശ്രീകുമാരൻ തമ്പി സാറിന്റെയാണ്. അപ്പൊ ഈ പാട്ട് പാടി തുടങ്ങാന്ന് വിചാരിച്ചു. കൊച്ചി തൊട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഇപ്പൊ മനസ്സിലേക്ക് വന്നത്. അതെ, അപ്പൊ എവിടെയാണ് ഏതോ മനോഹരി ഉണ്ട്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു മോർണിംഗ് വാക്ക്. നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടി ഈ പ്രദേശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ വരും. ഇന്ന് ഡേറ്റ് പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഏപ്രിൽ 30-ാം തീയതിയാണ്. ഒരു മാസത്തിന്റെ അവസാന ദിവസമാണ് ഏപ്രിൽ മാസത്തിന്റെ. അപ്പൊ ഏപ്രിൽ മാസം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുന്ന ദിവസം കൂടിയാണ് അല്ലെ. ഇന്ന് മേഡം 17 കൂടിയാണ്. ഇനി ഏപ്രിൽ 30-ന് രാജ്യാന്തര തലത്തിൽ ഒരു പ്രത്യേകതയുള്ളത്. ഇന്ന് ജാസ് മ്യൂസിക് ഡേ ആണ്. നമ്മൾ മുക്കാബലായി കേട്ടിട്ടില്ലേ ജാസ് മ്യൂസിക്? അതെ അതെ. അപ്പോൾ ആ ജാസ് മ്യൂസിക് ആണ്, അമേരിക്കൻ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ്. 1930s മുംബൈയിൽ ഇത് വരുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു മ്യൂസിക്കൽ വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ജാസ് മ്യൂസിക് കൂടെ കേൾക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ എത്ര പേർ റെഡിയായി മോർണിംഗ് വാക്കിനായി തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് പറയാം. നമ്മൾ വാർത്തകളുണ്ട്, ഒരുപാട് വാർത്തകൾ. ആ വാർത്തകളിലേക്ക് കിടക്കാം. അപ്പോൾ മോർണിംഗ് വാക്കിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മണിക്കൂർ അതാണ്. നമ്മൾ നടന്നു തുടങ്ങുന്നു. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇന്നുള്ളത് എന്ന് ആദ്യം പറയാം. തൃശ്ശൂരിലെ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ ഈ ശ്രീ ഹരമംഗലം ക്ഷേത്രം, അതിന് തൊട്ട് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ചാലക്കുടിയിലെ പാലസ് റോഡിലൂടെ നടക്കുകയാണ്. പാലസ് റോഡിൽ എന്താണ് ആ പേര് വന്ന കാരണം എന്ന് ചേച്ചിക്ക് അറിയോ? അതെ, പാലസ് ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഇപ്പോൾ പാലസ് ഇല്ല. കൊച്ചി രാജാവിന്റെ പാലസ് ആയിരുന്നു. കൊച്ചി രാജാവ് ഇവിടെ എത്തി കുളിച്ചു തൊഴാനൊക്കെ വന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ധർമ്മംഗലം ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രപരമായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പാലസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീധരമംഗലം ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ, അദ്ദേഹത്തിന്റെ ഭക്തിക്ക് അതിന്റെ ഭാഗമായിട്ട് കുളിച്ചു തൊഴാൻ വേണ്ടി വന്നു പോയിരുന്ന ഒരു വഴി കൂടിയാണ് പറയാം. ചരിത്രമുറങ്ങുന്ന വഴി. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞു ചാലക്കുടിയിലാണെന്ന് പറഞ്ഞു. ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ എന്താണ് എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്? ചാലക്കുടി ചന്തയ്ക്ക് പോകേണ്ട വഴിയാണോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ചാലക്കുടി ചന്തയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരാളുടെ പേര് മാത്രമാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. അതൊരു ഹിന്റായി അവിടെ നിൽക്കട്ടെ, നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാം. ആ ചാലക്കുടി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. പക്ഷെ ഇപ്പോ ഞാനും ചേച്ചിയും ഉള്ളത് ഇതാ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന KL45A100 എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ ഈ റോഡുകളിലൂടെയൊക്കെ ഓടിച്ചു നടന്ന ഓട്ടോയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്മാരകം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കെട്ടിടമാണിത്. കുന്നിയിൽ രാമൻ സ്മാരക മന്ദിരം. അവിടെ ഉണ്ട് ഈ ഓട്ടോ ഇപ്പോഴും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്കൊക്കെ ഈ ഓട്ടോ കാണാം. വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചി. കാരണം നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതോടൊപ്പം ഇവിടെ കലാഭവൻ മണിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്, നമുക്ക് അതുകൂടെ കാണാം. ഒപ്പം തന്നെ മാതാപിതാക്കളുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. ഒപ്പം തന്നെ പറഞ്ഞ പോലെ മണിച്ചേട്ടന്റെ പൂർണ്ണകായ പ്രതിമയും നമുക്ക് കാണാൻ ഇവിടേക്ക് വരുന്നവരൊക്കെ ഇത് നോക്കാതെ പോവാറില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടാണ് മടങ്ങുന്നതെന്ന് പറയുന്നു. അപ്പം ഈ ഓട്ടോയും അത് മണിച്ചേട്ടന്റെ എന്നാണ് പറയാം അല്ലെ, ആ ഒരു ഇതെല്ലാം ഉള്ളൊരു ആത്മാവുള്ള ഒരു ഇടമാണ് എന്ന് പറയാം. നമുക്കൊപ്പം മുരളി ചാലക്കുടി എന്ന് പറഞ്ഞ നമ്മുടെ കലാകാരൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലിയിലൊക്കെ എല്ലാവർക്കും പരിചയമുള്ള കൂടിയാണ്.
ചേട്ടാ ഇവിടെ എത്തുമ്പോൾ നമ്മളിപ്പോൾ അറിയാതെ മണിച്ചേട്ടൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതുവല്ല ഇവിടെ എത്തുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കാതെ പോകാൻ കഴിയില്ലല്ലോ അല്ലേ? കാലത്തായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരുള്ള സ്ഥലമാണ്, കണ്ടമാനം ജനങ്ങൾ തന്നെ സ്ഥലമാണ്. അപ്പോൾ ശരിയാണ്, ഇവിടെ വരുമ്പോൾ മണിച്ചേട്ടനോടുള്ള ആ ഒരു പ്രത്യേകിച്ച് ഈ മാർച്ച് 6-ാം തീയതി കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സിൽ നിന്ന് കണ്ടമാനം 24-ൻ്റെ ആയാലും ഫ്ലവേഴ്സിൽ നിന്നായാലും കണ്ടമാനം ഹെൽപ്പുകൾ കാര്യങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടനുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷക്കാർ കൊടുക്കുന്ന ഭക്ഷണം എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഫ്ലവേഴ്സ് 24 കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചേട്ടാ എന്തായാലും നമുക്ക് എത്തുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളാണല്ലോ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പാട്ട് ഇല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. അപ്പം മണിച്ചേട്ടനെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയുടെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് തന്നെയാവും. പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചൻ്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ട വണ്ടി. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. ആ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ആ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ മണിച്ചേട്ടൻ തന്നെയാണ് മനസ്സിൽ വരുന്നത് എപ്പോഴും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ജനിക്കുന്ന കുട്ടികളോട് ജയൻ സാറിൻ്റെയും കലാപം മണിച്ചേട്ടൻ്റെ കാര്യം ചോദിച്ചാൽ അപ്പോൾ പറയുന്നുള്ളതാണ്. ജയൻ സാറിന് കൊടുക്കുന്ന റെസ്പെക്റ്റും മണിച്ചേട്ടന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത്രയാണ്. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളോട് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പോൾ പാടാണ്. മണിച്ചേട്ടൻ അറിഞ്ഞിട്ടല്ലത്, പക്ഷേ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു കലാകാരനാണ്. നമ്മളും കലാരംഗത്ത് ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഞാൻ ഒരുപാട് സ്പോട്ട് ഡബൊക്കെ ചെയ്തിട്ടുള്ളത്, നടന്മാരുടെ ശബ്ദങ്ങളൊക്കെ സ്പോട്ട് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 24-ൻ്റെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കോർഡിനേറ്ററും കൂടിയായിരുന്നു. മുരളി ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കണക്കിന് ഫാമിലി ക്ലബ്ബ്. അപ്പോൾ എന്തായാലും എനിക്കും ഇവിടെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയ സന്തോഷം. മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പാട്ട് മാത്രം പാടില്ല, ഒരു സ്റ്റാർ ചെയ്താലോ നടൻ്റെ പെട്ടെന്ന്. അപ്പം ലാലു ലക്സാറിൻ്റെ ശബ്ദം ചെയ്യാം. പേഴ്സണലായിട്ട് പറയുക, കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ്റെ മുമ്പ് വേവിച്ചാനാണ് പറയുന്നത്. മോളെ സുസി, നീ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയാ മതി. ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്നും തലയും കുത്തി ചാടേണ്ടേ. അപ്പൊ താങ്ക് യു സോ മച്ച്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. 2-ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരാളെ പരിചയപ്പെടാം. ചാലക്കുടി കൗൺസിലർ നമ്മോടൊപ്പം ശരിയാണ്. ജോയിച്ചേട്ടാ നമസ്കാരം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നു. അതെ. അത് പറയാൻ കാരണം നമ്മൾ പ്രളയം ഉണ്ടായ സമയത്ത് നമ്മൾ 24-ന്റെ ഭാഗമായിട്ട് 24 ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും റിപ്പോർട്ടിങ്ങായി ബന്ധപ്പെട്ട് ഞാനാണ് ചാലക്കുടി മേഖലയിലേക്ക് വന്നത്. അപ്പോൾ അന്ന് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ഓരോ ഇടങ്ങളിലും പോയി ക്യാമ്പുകളൊക്കെ സന്ദർശിക്കാനൊക്കെ എൻ്റെ കൂടെ വന്നത് കൗൺസിലറായിരുന്ന ജോയിച്ചേട്ടനാണ്. അതിനുശേഷം ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. വീണ്ടും സന്തോഷം. അതെ. ഇങ്ങനെ സുഖമായിരിക്കുന്നു? വളരെ സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ചാലക്കുടി വിശേഷം? വിശേഷം പുലിപ്പേടിയായിരുന്നു. പുലിപ്പേടി മാറി ഇപ്പൊ പട്ടിപ്പേടിയായി. കഴിഞ്ഞ മിനിയാന്ന് 3-4 പേരെയാണ് പേടിച്ചത്. അപ്പൊ ഇപ്പൊ ആ പുലിപ്പേടി മാറി ഇപ്പൊ പട്ടിപ്പേടിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പാലസ് റോഡ് കഴിഞ്ഞ് കലാഭവന്റെ പാടി, ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറമാണ് കലാഭവന്റെ പാടി. ആ പാടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പാടിയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത്. അവിടെ തന്നെ പാലസ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഈ അവിടെ കൊച്ചി രാജാവ് എല്ലാ 1-ാം തീയതി കുളിച്ച് തൊഴാൻ വേണ്ടി വരുമായിരുന്നു. ആ സമയത്ത് വന്ന് താമസിച്ച് പോയിരുന്നത് നമ്മുടെ ഈ പാലസ് റോഡിനോട് ചേർന്ന് കുളിക്കടവിലാണ്. അവിടെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അവിടെയാണ് കുളിച്ച് തൊഴാൻ പോയിരുന്നത്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ടുള്ള വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് പാലിയം എന്ന് പറഞ്ഞൊരു വലിയൊരു കെട്ടിടമുണ്ടായിരുന്നു. അത് ഈ അടുത്താണ് പൊളിച്ചു പോയത്, പാലിയം. അപ്പോൾ ഞാനത് പാലിയം എന്താണെന്ന് അന്വേഷിച്ച് പറഞ്ഞാൽ രാജാവ് വരുമ്പോൾ രാജാവിന്റെ സേനാനായകർ താമസിച്ചിരുന്നത് ഈ പാലിയത്തിലായിരുന്നു. അപ്പോൾ അതിന്റെ ചേർന്നുള്ള ആ ഭാഗത്ത് മുഴുവൻ അറിയപ്പെടുന്നത് ലായം എന്നാണ് അറിയപ്പെടുന്നത്. തൊട്ടടുത്തുള്ള അപ്പോൾ ഈ കുതിരകളെ മുഴുവൻ കെട്ടുന്നത് ആ ലായത്തിലായിരുന്നു. അപ്പോൾ ഈ പ്രദേശം ചെന്നാൽ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. നമ്മൾ ആ ചരിത്രം നിലനിർത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ റോഡിന് പാലസ് റോഡ്, നമ്മൾ ആ പാലസ് റോഡ് എന്നുള്ള പേര് നിലനിർത്തിയിരിക്കുന്നു. ആ ലായത്തിലേക്കുള്ള റോഡിന് ലായം റോഡ് നിലനിർത്തിയിരിക്കുന്നു. പാലിയം ഉണ്ടായിരുന്ന ആ സ്ഥലത്തിൻ്റെ ചേർന്ന് റോഡ് കൊണ്ട് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ബോർഡ് കൊടുത്തിട്ടുണ്ട്. പാലിയം
റോഡിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ചരിത്രം നിലനിർത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർഡിന് അതോടൊപ്പം തന്നെ വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു വാർഡും കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാലക്കുടിയുടെ യശസ് വാനോളം ഉയർത്തിയിട്ടുള്ള കലാഭവന്റെ പാടി ഉൾപ്പെടെ എൻ്റെ വാർഡിലാന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം വളരെ തീർച്ചയായിട്ടും. അപ്പൊ അതാണ് സ്പിരിറ്റ്. തീർച്ചയായിട്ടും. അപ്പം സംഭവങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പൊതുജീവിതം നല്ല കളറായി മുന്നോട്ട് പോട്ടെ. സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കലാഭവൻ മണിയുടെ മണിച്ചേട്ടൻ്റെ സ്വന്തം പാടിയിലാണ്. ആ പാടിയിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഒരു സമയത്ത് വലിയ തിരക്കിയ എല്ലാ സമയത്തും ആൾക്കാരും ബഹളമൊക്കെ ഉണ്ടായിരുന്ന ഈ പാടി, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു നൊസ്റ്റാൾജിയാണ് മലയാളികൾക്ക്. അതായത് മണിച്ചേട്ടനെ അറിയുന്ന എല്ലാവർക്കും ഈ പാടി അവരുടെ നമ്മുടെ ജക്സനുണ്ട്, നമ്മുടെ 24 പ്രാദേശിക ലേഖകനുണ്ട്. ജക്സ് വാ. പാടി ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ രീതിയിലാണല്ലേ? മുമ്പ് മണിച്ചേട്ടൻ ഉള്ള സമയത്താണെങ്കിൽ ഈ പാടി മണിച്ചേട്ടൻ്റെ ജീവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോഴും എല്ലാ ദിവസവും ഈ കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓരോ ആളുകൾ വന്ന് ഇവിടെ മണിച്ചേട്ടനെ പറ്റി ഓർത്ത് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. മണിച്ചേട്ടൻ്റെ ജീവൻ. മണിച്ചേട്ടൻ ഇവിടെ വന്ന് തൊട്ടപ്പുറം ചാലക്കുടി ആറാണ് അതിലൊഴുകുന്നത്. ഇവിടെ നിന്ന് ആൾ കുളിക്കും, അക്കരയ്ക്ക് നീന്തും, മേലൂർ ഭാഗത്തേക്ക് നീന്തും, പാട്ടുകൾ പാടും. ഇവിടെയാണ് ആളുടെ ശരിക്കും പറഞ്ഞൊരു കലാ സംഗതി എന്ന് പറഞ്ഞാൽ. ഈ എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ ഓരോരുത്തരും മണിച്ചേട്ടൻ്റെ ആരാധകരായിട്ട് ഇവിടെ എത്തിച്ചേരും. മണിച്ചേട്ടൻ്റെ അച്ഛൻ ഈ സ്ഥലം മേടിക്കാനുള്ള കാരണം തന്നെ മണിച്ചേട്ടൻ്റെ ഈ മരങ്ങളൊക്കെ തന്നെ മണിച്ചേട്ടൻ്റെ അച്ഛൻ വെച്ച മരങ്ങളാണ്. അതുകൊണ്ടാണ് മണിച്ചേട്ടൻ ഈ സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ അച്ഛൻ അധ്വാനിച്ച സ്ഥലം ആള് വാങ്ങിച്ചു. ഇന്നും മണിച്ചേട്ടൻ്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാടി. നാട്ടുകാരൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. നാട്ടുകാർ വരും. ഇപ്പൊ ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. എവിടെ നിന്ന് കാസർഗോഡ്, മലപ്പുറം അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കും. അവർ മണിച്ചേട്ടനെ പറ്റി ഓർക്കും. വല്ലാത്തൊരു പോസിറ്റീവ്. ഞാൻ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് നടക്കാൻ പറ്റും. ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് മണിച്ചേട്ടൻ ഇവിടെ വന്നിരുന്ന് കാലത്തെ അങ്ങനെ വന്ന് പാട്ട് പാടാനും മറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് മണിച്ചേട്ടൻ്റെ ഒരുപാട് ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ രീതിയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ജക്സ് അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അതാണ് വന്നത്. അതെ, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഈ മരങ്ങളും ഈ ഒരു പ്രകൃതിയും പാട്ടും പുഴയും എല്ലാം അലിഞ്ഞ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്ക് പൂർത്തിയാകുകയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് മണിച്ചേട്ടൻ്റെ പാട്ടാണ്. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന്നു ഞാനും വന്നോട്ടെ.